ശരി, അരുൺ അവസാനം ഈ രണ്ടുപേരും പറഞ്ഞ കാര്യങ്ങൾക്കുള്ള മറുപടി. അരുണുള്ള സമയമാണിത്, ആരും തടസ്സപ്പെടുത്തില്ല. ശ്രീ അഭിജിത്ത് ഇവിടെ കൃത്യമായി രാഷ്ട്രീയപരമായിട്ടുള്ള അഭിപ്രായമാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പ്രതിനിധി എന്ന രൂപത്തിൽ അദ്ദേഹത്തിന് അതേ പറയാൻ കഴിയൂ. കാരണം ഏതെങ്കിലും തരത്തിൽ ഭരണപക്ഷത്തിനെതിരെ വീണ് കിട്ടുന്ന എല്ലാ തരത്തിലുള്ള ആരോപണങ്ങളെയും നന്നായി ഉപയോഗിക്കുക എന്നുള്ളത് പ്രതിപക്ഷത്തിന്റെ കടമയാണ്. അതിനെ ആ രീതിയിലാണ് കാണുന്നുള്ളൂ. പിന്നെ ഈ നീറ്റ് പരീക്ഷയുടെയും നെറ്റ് പരീക്ഷയുടെയും വരെ ചോദ്യപേപ്പർ ചോർന്നതും ആ 20 ലക്ഷം പേരെഴുതിയ പരീക്ഷ ചോർന്നതും എല്ലാം നമ്മുടെ മുന്നിലുണ്ട്. ഏതെങ്കിലും തരത്തിൽ PSC പരീക്ഷയെ ദുരുപയോഗം ചെയ്യുന്ന ഒരാളെയും സംരക്ഷിക്കുന്ന നിലപാട് ഇടതുപക്ഷം സ്വീകരിക്കില്ല. കുറ്റപത്രം അന്വേഷണം പൂർത്തീകരിച്ച് കോടതിയിൽ സമർപ്പിച്ചിട്ട് ഏതെങ്കിലും തരത്തിൽ കോടതിയിൽ അതിന്റെ വിചാരണ വൈകിയാൽ അതിന്റെ ഉത്തരവാദിത്തം ഗവൺമെന്റിനല്ല, അത് ആ കോടതിയിലെ കേസിന്റെ പ്രയോറിറ്റിയും അതുപോലെ തന്നെ പെൻഡിംഗ് കേസുകളുടെ എണ്ണം എല്ലാം അനുസരിച്ചിരിക്കും. അതുകൊണ്ട് ഒരാളെയും സംരക്ഷിക്കുന്ന നിലപാട് ഇടതുപക്ഷം സ്വീകരിക്കില്ല. മറ്റൊന്ന്, കോഴിക്കോട് പലതരത്തിലുള്ള കോക്കസ് ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. എനിക്ക് അതിനെക്കുറിച്ച് വലിയ അറിവില്ല. കാരണം അദ്ദേഹം കോഴിക്കോടുകാരനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ വിവരങ്ങൾ ഉണ്ടെങ്കിൽ അത് പറയുക. ഏതെങ്കിലും തരത്തിൽ അധികാരത്തിന്റെ ഈ ഗവൺമെന്റിനെ മുട്ടുകൊടുക്കുന്ന പ്രവർത്തി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അരുണെ, ഒരു മിനി ക്യാബിനറ്റ് ഉണ്ട് എന്നുള്ള ആരോപണം ഇന്ന് യൂത്ത് ലീഗ് നേതാവ് PK ഫിറോസ് ഉന്നയിച്ചിട്ടുണ്ട്. ആ ആരോപണത്തിന് കുന്തമുന എങ്ങോട്ടാണ് നീങ്ങുന്നത് താങ്കൾക്ക് മനസ്സിലായല്ലോ. ഒരു മിനി ക്യാബിനറ്റ് എന്ന് പറയുമ്പോൾ മുഹമ്മദ് റിയാസിലേക്കാണ്. അല്ലല്ല മിസ്റ്റർ മഞ്ജു, അല്ല, അതുകൂടി ചേർത്ത് പറഞ്ഞോളൂ. മിസ്റ്റർ മഞ്ജുഷ്, ഈ ചർച്ചയിൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ട് വന്നിരിക്കുന്ന ശ്രീ അഭിജിത്തിന്റെ ചർച്ചയ്ക്കാണ് ഞാൻ മറുപടി പറയുന്നത്. മറ്റാരെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി പറയാനല്ലല്ലോ ഞാനിവിടെ ഇരിക്കണേ. അദ്ദേഹം ഉപയോഗിച്ച വാക്ക് കോക്കസ് എന്ന് തന്നെയാണ്. അങ്ങനെ ഏതെങ്കിലും കോക്കസ് ഉണ്ടെങ്കിൽ അതിനെ സംരക്ഷിക്കുന്ന നിലപാട് ഈ ഗവൺമെന്റ് സ്വീകരിക്കില്ല. എന്തെങ്കിലും ഒരു വിവരമുണ്ടെങ്കിൽ ആധികാരികമാണെങ്കിൽ അത് പറയുക. അത് ശക്തമായിട്ടുള്ള നടപടി സ്വീകരിച്ച് തന്നെ പോകും. ഇവിടെ PSCയെ സംരക്ഷിക്കുക, അതോടൊപ്പം തന്നെ ഉദ്യോഗാർത്ഥികളുടെ തൊഴിൽ സ്വപ്നങ്ങളെ സംരക്ഷിക്കുക. ഇപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞല്ലോ. ഈ ഇന്ത്യയിൽ നടക്കുന്ന നിയമനത്തിന്റെ പകുതിയിലധികം കഴിഞ്ഞ വർഷം ഈ കൊച്ചു കേരളത്തിലാണ് നടന്നത് എന്ന് പറയുമ്പോൾ അതിനെ ഖണ്ഡിക്കാൻ ഈ രണ്ടു പ്രതിനിധികൾക്കും പറ്റിയില്ലല്ലോ. ഞാൻ വീണ്ടും പറയുന്നു, നമുക്ക് നമ്മുടെ 3.5 കോടി ജനസംഖ്യയാണ് ഈ കേരളത്തിലുള്ളത്. അതിൽ 19,000 പേർക്ക് നിയമനം ഒരു വർഷം കിട്ടുന്ന തരത്തിലേക്ക് മാറുന്നുണ്ട്. ഈ PSCയെ കൂടുതൽ മുന്നിലേക്ക് കൊണ്ടുപോകണം. കാരണം നല്ല അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ എല്ലാ മേഖലയിലും അവർക്ക് ജോലി കിട്ടുന്ന സാഹചര്യം ഈ കേരളത്തിൽ ഉണ്ടാക്കണം എന്ന് തന്നെയാണ് PSCയുടെ ലക്ഷ്യം. ഇവിടെ പിന്നെ PSC ഉദ്യോഗാർത്ഥി വിഷ്ണു പറയുന്നുണ്ട്, കഷ്ണം നിങ്ങൾ പഠിച്ച, ഞാൻ പറയട്ടെ, എന്റെ സമയല്ലേ, നിങ്ങൾ പഠിച്ച വിജ്ഞാനം നന്നായി തന്നെ ഈ ചർച്ച കേൾക്കുന്നവരിലേക്ക് എത്തിക്കുന്നത് സന്തോഷമുള്ളൂ. നിങ്ങളെയൊന്നും ഒരു തരത്തിലും നിരുത്സാഹപ്പെടുത്തുന്ന സ്വഭാവമുള്ളവരല്ല. ഞാനും കുറെ PSC പരീക്ഷയൊക്കെ എഴുതി പഠിച്ചു വന്നതാണല്ലോ. കാരണം അതനുസരിച്ച് ഏതെങ്കിലും തരത്തിൽ ചോദ്യം തെറ്റോ ഉത്തരം തെറ്റോ ഇതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്ന സംഭവമാണ്. അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ PSCയെ ആക്രമിക്കാൻ ഉപയോഗിക്കുകയല്ല വേണ്ടത്. ഏതെങ്കിലും റാങ്ക് ലിസ്റ്റിൽ നിന്ന് കൂടുതൽ നിയമനം, സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് നിയമനം. അപ്പൊ ഈ ഗവൺമെന്റ് അത്ര നല്ല ഇച്ഛാശക്തിയോടെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നതാണ് അതിന്റെ അർത്ഥം. ഈ ഗവൺമെന്റ് അല്ല. VS അച്യുതാനന്ദൻ ബഹുമാന്യനായ അദ്ദേഹം പിന്നെ മുഖ്യമന്ത്രിയും ബഹുമാന്യനായ കോടിയേരി ബാലകൃഷ്ണൻ സഖാവ് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്താണ് സപ്ലിമെന്ററി റാങ്ക് ലിസ്റ്റിൽ പോലും ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് പോലീസിൽ നിയമനം കൊടുത്തത്. അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രിയായിരുന്ന സമയത്തും നിയമനം നടന്നിട്ടുണ്ട്. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം നിയമനം നടക്കുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അതിനെ താങ്കൾ വളച്ചൊടിച്ച് ഈ ഗവൺമെന്റ് നിയമനം നടത്തിയെന്ന് ഇപ്പോൾ വരുത്തി തീർക്കാൻ ശ്രമിച്ചു. അത് ശരിയല്ല ഞാൻ പറഞ്ഞത്. അപ്പൊ എന്നിട്ട് താങ്കൾ എന്താ പറഞ്ഞത്? പിന്നെ എനിക്ക് സാമാന്യ ബുദ്ധി ഇല്ല, 100% നിയമനം നടന്നു, ഏതെങ്കിലും റാങ്ക് ലിസ്റ്റിൽ 100% നിയമനം നടന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് സാമാന്യ ബുദ്ധി ഇല്ലെന്നാണ് പറഞ്ഞത്. അപ്പോ അന്ന് ആ നിയമനം നടത്തിയ ഭരണകർത്താക്കൾക്കും സാമാന്യ ബുദ്ധി ഇല്ലെന്നാണോ താങ്കൾ പറയുന്നതാണ് ഞാൻ ചോദിച്ചത്. അന്ന് ആ മുൻകാല LDF ഗവൺമെന്റ് ഇത് രാഷ്ട്രീയമല്ല, ഒരു രാഷ്ട്രീയവും കലർത്തിയിട്ടില്ല. ഉമ്മൻചാണ്ടിയുടെ കാര്യവും അതെ. VS അച്യുതാനന്ദൻ, ബഹുമാന്യനായ VS അച്യുതാനന്ദൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പോലീസ് റാങ്ക് ലിസ്റ്റിൽ പാവപ്പെട്ട ചെറുപ്പക്കാർക്ക് 100% നിയമനം, സപ്ലിമെന്ററി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് നിയമനം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി സാർ എന്നപ്പോഴും കൊടുത്തിട്ടുണ്ട്. താങ്കൾ എന്റെ അടുത്ത് ചോദിച്ചത് എനിക്ക് സാമാന്യ ബുദ്ധി ഉണ്ടോ എന്നാണ് ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ അന്ന് 100% നിയമനം കൊടുത്ത സപ്ലിമെന്ററി ലിസ്റ്റിൽ ഉൾപ്പെട്ട ആൾക്കാർക്ക് പോലും നിയമനം കൊടുത്തിട്ടുള്ള ബഹുമാന്യനായ താങ്കളുടെ തന്നെ ഭരണകർത്താക്കളെയും നേതാക്കളെയും താങ്കൾ അവമാനിക്കുകയല്ലേ ഈ ചർച്ചയിൽ ഇരുന്നുകൊണ്ട് ഇപ്പൊ ചെയ്തത്? അതാണ് എന്റെ ചോദ്യം. മിസ്റ്റർ വിഷ്ണു, താങ്കൾ കേൾക്ക്. ഇപ്പൊ എന്റെ സമയത്ത് താങ്കൾ ഇടപെട്ടു. താങ്കൾ പറയുന്ന കാര്യം പ്രേക്ഷകർ കേൾക്കണം എന്നതുകൊണ്ടാണ് ഞാൻ ഇടപെടാത്തത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുഖ്യമന്ത്രി ആയിരുന്നില്ലേ സഖാവ് VS അച്യുതാനന്ദൻ? സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ കോട്ട് ചെയ്തല്ലോ.
എല്ലാ ഘട്ടത്തിലും 1957-ലും 67-ലും 80-ലും 87-ലും 96-ലും 2006-ലും 2016-ലും 2021-ലും ഇടതുപക്ഷം കേരളത്തിൽ ഭരിച്ചപ്പോഴെല്ലാം ഈ PSCയെ ഏറ്റവും കൂടുതൽ സ്വതന്ത്രമാക്കി കൂടുതൽ ആളുകൾക്ക് നിയമനം കിട്ടാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കുകയാണ് ചെയ്തത്. ഒരു ഘട്ടത്തിൽ പോലും PSC എണ്ണം ഇടതുപക്ഷം വർദ്ധിപ്പിച്ചിട്ടില്ല. ഇന്ന് കാണുന്ന തരത്തിലേക്ക് അത് ക്രിമിനലുകൾക്ക് ചോദ്യപേപ്പർ താങ്കളെ പോലെയുള്ളവർ ചെയ്തത്. എന്നിട്ട് ആ ക്രിമിനലുകൾക്ക് വേണ്ടി ചാനൽ മുറികൾ വന്നിരുന്നത് ന്യായീകരിക്കുകയാണ് താങ്കളെ പോലെയുള്ളവർ. അതുകൊണ്ടാണ് എന്നെ ഖണ്ഡിക്കേണ്ടി വരുന്നത്. എന്റെ സമയത്ത് കയറി എന്റെ സമയത്ത് അല്ല താങ്കൾക്ക് പച്ചക്കള്ളം താങ്കൾ പച്ചക്കള്ളം ചാനൽ വന്നിട്ട് പറഞ്ഞ എങ്ങനെ പറയാതിരിക്കാം? അരുൺ പറഞ്ഞു, അരുൺ അദ്ദേഹത്തിന് പറയാനുള്ള വാദം പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം പറഞ്ഞു കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. പച്ചക്കള്ളമല്ല നേരമായി പറയുന്ന കാര്യത്തിൽ ഒരു കാര്യം നിങ്ങൾ ശിവരഞ്ജിത്തിന് എന്ത് നടപടി എടുത്തു ശിവരഞ്ജിത്തിന് എന്ത് നടപടി ചെയ്യുന്ന ചെറുപ്പക്കാരെ നോക്കി നിങ്ങൾ വെല്ലുവിളിക്കല്. ചരിത്രത്തിൽ ഏറ്റവും വലിയ നിയമന നിരോധനം നടന്നുകൊണ്ടിരിക്കുന്ന